പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 11ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ 10ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് ആണ് കടക്കുന്നത്. ഈ പാഠഭാഗത്ത് പ്രധാനപ്പെട്ട 5 അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ പാഠഭാഗത്ത് 6 അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേ തുടർന്ന് ഫൈനൽ അക്കൗണ്ട്സിൽ വരുത്തേണ്ട 5 മറ്റ് പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെബ്റ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മാനേജേഴ്സ് കമ്മീഷൻ എന്നീ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ പാഠഭാഗത്ത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായി ബാഡ് ഡെബ്റ്റ്സിനെ കുറിച്ച് കാണാം. ബാഡ് ഡെബ്റ്റ്സ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ദാറ്റ് ദ ഫേം ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു റിയലൈസ് ഫ്രം ഇറ്റ്സ് ഡെബ്റ്റേഴ്സ്. കിട്ടാക്കടം അഥവാ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെബ്റ്റേഴ്സിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയാത്ത തുകയാണ്. കടമായി സാധനം വിറ്റ് കഴിയുമ്പോൾ ഡെബ്റ്റേഴ്സ് ഉണ്ടാകുകയും ആ ഡെബ്റ്റേഴ്സിൽ നിന്ന് പണം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് ബാഡ് ഡെബ്റ്റ്സ് ആയി മാറുകയും ചെയ്യുന്നു. ഹൗ ബാഡ് ഡെബ്റ്റ്സ് ഈസ് ട്രീറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബാഡ് ഡെബ്റ്റ്സിനെ എങ്ങനെയാണ് കണക്കിൽ ഉൾപ്പെടുത്തേണ്ടത്? ബാഡ് ഡെബ്റ്റ്സ് ഈസ് ആൻ എക്സ്പെൻസ് ഓർ ലോസ് ടു ദ ബിസിനസ് ആസ് ഇറ്റ് ഡിക്രീസസ് ദ എമൗണ്ട് ഓഫ് ഡെബ്റ്റേഴ്സ്. ബാഡ് ഡെബ്റ്റ്സിനെ ബിസിനസ്സിൻ്റെ ഒരു ചെലവ് അഥവാ നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഡെബ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ ഇത് കുറവ് വരുത്തുന്നു. വാട്ട് ഈസ് ദ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി ഹിയർ? ഇവിടെ എഴുതേണ്ട നീക്കുപോക്ക് ജേണൽ എൻട്രി ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. ബാഡ് ഡെബ്റ്റ് ഒരു ബിസിനസ് എക്സ്പെൻസ് ആയതിനാൽ എക്സ്പെൻസ് വർദ്ധിക്കുന്നതിനാൽ ബാഡ് ഡെബ്റ്റ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്നാൽ ഡെബ്റ്റേഴ്സിൽ കുറവ് വരുന്നതിനാൽ, അസറ്റ് കുറയുന്നതിനാൽ ഡെബ്റ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബാഡ് ഡെബ്റ്റ്സ് കണക്കിലെടുക്കാനുള്ള ജേണൽ എൻട്രിയാണ് അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെബ്റ്റേഴ്സ് അക്കൗണ്ട്. ഹൗ ബാഡ് ഡെബ്റ്റ്സ് ഈസ് ഷോൺ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ്. ഇനി ഫൈനൽ അക്കൗണ്ടുകളിൽ ബാഡ് ഡെബ്റ്റ്സിനെ ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. If bad debts is given as an adjustment, it should be debited to the profit and loss account and also deducted from debtors on the asset side of the balance sheet. Bad debts ട്രയൽ ബാലൻസിന് വെളിയിൽ ഒരു ക്രമീകരണമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് നൽകിയിരിക്കുന്നുവെങ്കിൽ അവിടെ ഡബിൾ എൻട്രി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനാൽ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കണക്കിലെടുക്കണം. ആദ്യമായി അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും രണ്ടാമതായി ബാലൻസ് ഷീറ്റിൽ ഡെബ്റ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹൗ ബാഡ് ഡെബ്റ്റ്സ് ഈസ് ഷോൺ ഇൻ ദ ഫൈനൽ അക്കൗണ്ട് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഇറ്റ് സെൽഫ്. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെബ്റ്റ്സ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ ലെഡ്ജർ അക്കൗണ്ടിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു, അതായത് ഡബിൾ എൻട്രി പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ്. അതിനാൽ അവയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം പരിഗണിച്ചാൽ മതി. If bad debts is given in the trial balance itself, it only be debited to the profit and loss account and need not be shown in the balance sheet. ട്രയൽ ബാലൻസിനുള്ളിലാണ് ബാഡ് ഡെബ്റ്റ്സ് ഒരു ഇനമായിട്ട് തന്നിരിക്കുന്നതെങ്കിൽ അവയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഡെബ്റ്റേഴ്സിൽ നിന്നും ഓൾറെഡി അത് കുറവ് വന്നതിനാൽ ബാലൻസ് ഷീറ്റിൽ ഡെബ്റ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കേണ്ടതില്ല. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിനുള്ളിലാണോ തന്നിരിക്കുന്നത് എന്നതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് ഫൈനൽ അക്കൗണ്ടിൽ വരുത്തേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പോകാം. ലെറ്റ് us consider an example. The trial balance of a trader shows sundry debtors of rupees 60,000
and bad debts are rupees 3,000. At the time of preparing the final accounts, they decided to write off further bad debts of rupees 2,000. 60,000 രൂപ ഡെപ്റ്റേഴ്സും 3,000 രൂപ ബാഡ് ഡെപ്സും നൽകിയിരിക്കുന്നു. ഫർദർ ബാഡ് ഡെപ്സ് ആയിട്ട് 2,000 രൂപയാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. വാട്ട് ആർ ദ ജേണൽ എൻട്രീസ് നീഡഡ് ടു ബി പാസ്ഡ്? ഇവിടെ എഴുതേണ്ട ജേണൽ എൻട്രികൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് എഴുതേണ്ട ജേണൽ എൻട്രി ബാഡ് ഡെപ്സ് കണക്കെടുക്കാനുള്ള ജേണൽ എൻട്രിയാണ്. അതായത് ബാഡ് ഡെപ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 2,000. 2,000 രൂപ ഫർദർ ബാഡ് ഡെപ്സിനെ കണക്കെടുക്കാനുള്ള ജേണൽ എൻട്രിയാണിത്. ബാഡ് ഡെപ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 2,000. ദെൻ തുടർന്ന് ടോട്ടൽ ബാഡ് ഡെപ്സിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പാസ് ചെയ്യേണ്ട ക്ലോസിംഗ് എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബാഡ് ഡെപ്സ് അക്കൗണ്ട് 5,000. ഹൗ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ബാഡ് ഡെപ്സ് ആദ്യം ഡെബിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഡീഷണൽ ബാഡ് ഡെപ്സ് ആയിട്ടുള്ള 2,000 ആഡ് ചെയ്യുന്നു. അങ്ങനെ 5,000 ആണ് ബാഡ് ഡെപ്സ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഹൗ ദേ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റിൽ ബാഡ് ഡെപ്സ് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഡെപ്റ്റേഴ്സ് ഇന്നർ കോളത്തിൽ 60,000 കാണിച്ചിരിക്കുന്നു. അതിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്സ് ആയിട്ടുള്ള 2,000 മാത്രം മൈനസ് ചെയ്യുന്നു. ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്സ് ആയിട്ടുള്ള 3,000 ഓൾറെഡി ഡെപ്റ്റേഴ്സിൽ നിന്നും കുറച്ചതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫർദർ ബാഡ് ഡെപ്സ് ആയിട്ടുള്ള 2,000 മാത്രമേ ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ 58,000 ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. അടുത്ത അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ്. കിട്ടാക്കടത്തിനുള്ള കരുതലാണിത്. അടുത്ത വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ബാഡ് ഡെപ്റ്റ് നഷ്ടത്തിന് വേണ്ടി ഈ വർഷത്തെ ലാഭത്തിൽ നിന്ന് കരുതി വെക്കുന്ന തുകയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ഈസ് ദ എമൗണ്ട് kept apart from current year profits for meeting the bad debt losses possible during the next year. അടുത്ത വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ബാഡ് ഡെപ്റ്റ് നഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ ലാഭത്തിൽ നിന്നും മാറ്റിവെക്കുന്ന ഒരു കരുതൽ തുകയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് എന്ന് പറയുന്നത്. ഇത് സംശയാസ്പദ കടത്തിനുള്ള ഒരു തുക നീക്കിവെക്കലാണ് അല്ലെങ്കിൽ നീക്കിവെക്കലാണ്. ഈസ് ദർ എനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? ഇത്തരത്തിൽ സംശയാസ്പദ കടത്തിനായി ഒരു തുക നീക്കിവെക്കുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്രൊവിഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ആസ് പെർ ദ കൺസർവേറ്റിസം കോൺസെപ്റ്റ്. അതായത് നഷ്ടത്തിന് വേണ്ടി കരുതിയിരിക്കണമെന്നുള്ള തത്വം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പ്ലേയിങ് സേഫ് എന്നുള്ള ആശയം. നഷ്ടത്തിന് വേണ്ടി മുന്നേ കരുതിയിരിക്കുക എന്നതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ പറയുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അനുസരിച്ചാണ്. വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഫോർ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ? ഇത്തരത്തിൽ പ്രൊവിഷൻ ഒരു നിശ്ചിത തുക മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ജേണൽ എഴുതേണ്ട അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് അക്കൗണ്ട്. ഈ പ്രൊവിഷൻ്റെ തുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ തുക പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ട് പ്രൊവിഷന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ദ അഡ്ജസ്റ്റിംഗ് എൻട്രി ഫോർ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് അക്കൗണ്ട്. How provision for doubtful debts is shown in the final accounts? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ഡിഡക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേ സമയത്ത് തന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കേണ്ട ഒരു ഇനമാണ് പ്രൊവിഷൻ. ഹൗ ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് പ്രൊവിഷൻ്റെ തുക കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. The amount to be kept apart as provision for doubtful debts is usually calculated as a certain percentage of the outstanding debtors after deducting the additional bad debts. Additional bad debts കുറച്ചതിന് ശേഷമുള്ള ഡെപ്റ്റേഴ്സിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് ആണ് പ്രൊവിഷനായിട്ട് മാറ്റിവെക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. Explain with an example. The trial balance of Hari Stores as on 31/3/2020 shows debtors of rupees 83,000 and bad debts of rupees 2,000. They decided to write off further bad debts of rupees 3,000 and create a provision of 5% on debtors for the bad debts losses. ഇവിടെ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സിൻ്റെ തുക 83,000 ആണ്. അതോടൊപ്പം തന്നെ ബാഡ് ഡെബ്റ്റ്സ് 2,000 നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഫർദർ ബാഡ് ഡെബ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 3,000 ആണ്. അതോടൊപ്പം തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് എഴുതാനും അതോടൊപ്പം തന്നെ ഇവ എങ്ങനെ ഫൈനൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുമെന്നാണ് ചോദ്യം. ആദ്യം ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്ലി വി ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഫർദർ ബാഡ് ഡെബ്റ്റ്സ് rupees 3,000. നമ്മൾ ആദ്യമായിട്ട് ഫർദർ ബാഡ് ഡെബ്റ്റ്സ് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. ഫർദർ ബാഡ് ഡെബ്റ്റ്സ് ആയിട്ടുള്ള 3,000 കണക്കിലെടുക്കാനുള്ള ജേർണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. 2020 മാർച്ച് 31 ബാഡ് ഡെബ്റ്റ്സ് 3,000 രൂപ കണക്കിലെടുക്കുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണ് നൽകിയിരിക്കുന്നത്. ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 3,000. ഫർദർ ബാഡ് ഡെബ്റ്റ്സ് ആയിട്ടുള്ള 3,000 കണക്കിലെടുക്കാനുള്ള ജേർണൽ എൻട്രിയാണിത്. സെക്കൻഡ്ലി, ദ ടോട്ടൽ ബാഡ് ഡെബ്റ്റ്സ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാഡ് ഡെബ്റ്റ്സിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേർണൽ എൻട്രിയാണ് രണ്ടാമതായി എഴുതേണ്ടത്. അവിടെ എഴുതേണ്ട ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ to bad debts account. Total bad debts 5,000 ആണ്. 2,000 ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നതും 3,000 ഫർദർ ബാഡ് ഡെബ്സുമാണ്. അങ്ങനെ 5,000 ബാഡ് ഡെബ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേർണൽ എൻട്രിയാണ് ക്ലോസിംഗ് എൻട്രി ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബാഡ് ഡെബ്സ് അക്കൗണ്ട് 5,000. തുടർന്ന് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ വർഷം എത്ര രൂപ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നോക്കുക. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഡിഡക്ട് ഫർദർ ബാഡ് ഡെബ്റ്റ്സ് ഓഫ് rupees 3,000 ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ദെൻ ടേക്ക് 5% ഓഫ് ഇറ്റ്. ഇവിടെ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡെപ്റ്റേഴ്സ് ആയിട്ടുള്ള 83,000 നിന്നും 3,000 ഫർദർ ബാഡ് ഡെബ്റ്റ്സ് കുറയ്ക്കണം. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റേഴ്സിൻ്റെ 5% ആണ് പ്രൊവിഷനായിട്ട് പരിഗണിക്കേണ്ടത്. നൽകിയിരിക്കുന്ന കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. 83,000 മൈനസ് 3,000 ഇൻറ്റു 5%. ഇറ്റ് വിൽ ഗിവ് rupees 4,000. 4,000 രൂപയാണ് ഇവിടെ പ്രൊവിഷനായിട്ട് തുക നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇത്തരത്തിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 4,000 ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 4,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഡെബിറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 4,000 ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അക്കൗണ്ട് 4,000 എന്നുള്ളതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ കാണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെബ്റ്റ്സ് ഇന്നർ കോളത്തിൽ 2,000, അതായത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡ് ഡെബ്റ്റ്സ് ആണ് 2,000. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നൽകിയിരിക്കുന്ന അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സ് ആയിട്ടുള്ള 3,000 ആഡ് ചെയ്യുന്നു. ദെൻ
ഈ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ആഡ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന് അനുമാനിക്കുക. അതുകൊണ്ട് പ്രൊവിഷൻ തുകയും അതോടൊപ്പം ആഡ് ചെയ്യുന്നു. അങ്ങനെ 9,000 ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കുന്നു. ഈ ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 83,000 ഇന്നർ കോളത്തിൽ നൽകുന്നു. അതിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്റ്റ്സ് ആയിട്ടുള്ള 3,000 മൈനസ് ചെയ്യുന്നു. ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ്സ് ഓൾറെഡി ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്തതിന് ശേഷമാണ് ഡെപ്റ്റേഴ്സ് ട്രയൽ ബാലൻസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫർദർ ബാഡ് ഡെപ്റ്റ്സ് മാത്രമേ മൈനസ് ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം ഈ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ 4,000 ആണ്. ആ 4,000 പ്രൊവിഷനിൽ എസ് ചെയ്തിട്ട് ഡെപ്റ്റേഴ്സിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ട് 76,000 ആണ് എമൗണ്ട് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ചില അവസരങ്ങളിൽ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ നൽകിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷനുള്ള സാഹചര്യമാണത്. കഴിഞ്ഞ കേസിൽ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യമായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പ്രൊവിഷൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുകയും പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള തുക ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത്തരത്തിൽ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻ്റ് എന്ന് ശ്രദ്ധിക്കാം. പ്രീവിയസ് ഇയർ ബാലൻസ് ഓഫ് പ്രൊവിഷൻ അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ്. ബാഡ് ഡെപ്റ്റ് ലോസസ് ആർ ടു ബി മെറ്റ് ഫ്രം ക്രിയേറ്റഡ് പ്രൊവിഷൻ ഇൻസ്റ്റെഡ് ഓഫ് ദ ട്രാൻസ്ഫറിംഗ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് തുക ട്രയൽ ബാലൻസിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ബാഡ് ഡെപ്റ്റ് ലോസസ് പ്രൊവിഷൻ തുകയിൽ നിന്നുമാണ് മീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ല വേണ്ടത്. Then the required amount should be debited to profit and loss account to create a new provision. അതിനുശേഷം ഈ വർഷത്തെ പ്രൊവിഷൻ തുക കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുക കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എക്സിസ്റ്റിംഗ് പ്രൊവിഷനുള്ള സാഹചര്യത്തിൽ തനത് വർഷത്തെ ബാഡ് ഡെപ്റ്റ് ലോസസ് ആ പ്രൊവിഷൻ്റെ തുകയിൽ നിന്നുമാണ് മീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം പ്രൊവിഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ വർഷം എത്ര രൂപയാണോ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതുകൂടെ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉള്ള തുകയും ഈ വർഷം ക്രിയേറ്റ് ചെയ്യേണ്ട പ്രൊവിഷനും പരിഗണിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ബാഡ് ഡെപ്റ്റ് ലോസസും പരിഗണിച്ചുകൊണ്ട് വേണം ഈ വർഷം എത്ര തുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ആ റിക്വേർഡ് എമൗണ്ട് മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതുള്ളൂ. അടുത്തതായി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ദിസ് പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് ദ ലോസ് ഫ്രം അലവിംഗ് ക്യാഷ് ഡിസ്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് ഫോർ ദ കമ്മിങ് ഇയർ. അടുത്ത വർഷം ഡെപ്റ്റേഴ്സിന് ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നതിലൂടെയുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് കരുതി വെക്കുന്ന തുകയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അതായത് ഡിസ്കൗണ്ട് അലൗഡിലൂടെ ഉണ്ടാകുന്ന നഷ്ടം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് അലൗഡ് ആണ്. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്ന ഡെപ്റ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. അതിലൂടെയുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് ലാഭത്തിൽ നിന്നും മാറ്റിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഇറ്റ്സ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിൻ്റെ അതേ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിനുമുള്ളത്. എന്നാൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സാധാരണ പരിഗണിക്കേണ്ടതില്ല. കാരണം അത് കൺസർവേറ്റിസം കോൺസെപ്റ്റിനെതിരാണ്.
creating provision for discount on creditors is against the conservatism concept. അത് ഡിസ്കൗണ്ട് റിസീവ്ഡിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊവിഷൻ കണക്കാക്കുന്നതാണ്. അതായത് ലാഭത്തെ മുൻകൂട്ടി കണക്കിലെടുക്കലാണ്. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റിന് എതിരാണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കാണാം. ജേണൽ എൻട്രി ഫോർ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതേണ്ട ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുമാണ് ഈ തുകയും മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും അങ്ങനെ മാറ്റിവെക്കുന്ന തുക പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഹൗ ഇറ്റ് വിൽ അപ്പിയർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ്. ഡൗട്ട്ഫുൾ ഡെപ്സിൻ്റെ പ്രൊവിഷൻ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊവിഷനും ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സെക്കൻഡ്ലി it is deducted from sundry debtors on the asset side of the balance sheet. അതിന് ആദ്യമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും രണ്ടാമതായി ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കുകയും ചെയ്യുന്നു. അടുത്ത അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മൂലധന പലിശ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് മേ ബി പ്രൊവൈഡഡ് ടു ദ ഓണേഴ്സ് ഫോർ ദർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിസിനസ്. ഉടമസ്ഥർക്ക് നൽകുന്ന മൂലധന പലിശ അവരുടെ മൂലധന മുടക്കിന് പരിഗണിക്കുന്ന പലിശയാണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് പെർ ദ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അതായത് ഉടമസ്ഥനും ബിസിനസ്സും രണ്ടാണെന്നുള്ള സങ്കല്പം, ആ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ചാണ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ ബിസിനസ് എക്സ്പെൻസ്. ഇത്തരത്തിൽ ഉടമസ്ഥന് മൂലധന പലിശ നൽകുന്നത് ബിസിനസ്സിൻ്റെ ഒരു ചെലവായിട്ട് വേണം പരിഗണിക്കേണ്ടത്. എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫോർ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഫോർ ദ ടൈം പീരീഡ് ഇൻവോൾവ്ഡ്. ഇവിടെ ഒരു നിശ്ചിത നിരക്കിലാണ് പലിശ മൂലധനത്തിന് നൽകാറുള്ളത്. ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുഴുവൻ വർഷത്തേക്കും അഡീഷണൽ ക്യാപിറ്റൽ ഉടമസ്ഥൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനാ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പീരീഡിലേക്കുള്ള പലിശയുമാണ് കണക്കാക്കേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുഴുവൻ വർഷത്തേക്കും അഡീഷണൽ ക്യാപിറ്റലിന് ഭാഗികമായിട്ടുള്ള കാലയളവിലേക്കുമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മൂലധന പലിശ കണക്കിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആയതിനാൽ അതിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അതേസമയം അത് ഉടമസ്ഥർക്ക് നൽകേണ്ട തുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ തുകയെ വർദ്ധിപ്പിക്കുന്നതിനാൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഉടമസ്ഥൻ്റെ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. മൂലധന പലിശ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നതിനാൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കണക്കിലെടുക്കാനുള്ള അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്. ഇനി ഇതിനെ ഫൈനൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. കാരണം ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദിസ് ഈസ് എ ടു-ഫോൾഡ് ഇഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ്. ദെൻ ദ ലാസ്റ്റ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മാനേജേഴ്സ് കമ്മീഷൻ. ബിസിനസ്സിൽ മാനേജർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിനുപരിയായി അവർക്കൊരു കമ്മീഷൻ നൽകാറുണ്ട്. ബിസിനസ്സിനെ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള കൂടുതൽ പ്രയത്നം നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അധിക കമ്മീഷൻ നൽകുന്നത്. സാധാരണ ഇതിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനമായിരിക്കും. ദ മാനേജർ ഓഫ് ദ ബിസിനസ് ഈസ് സംടൈംസ് ഗിവൺ കമ്മീഷൻ ഓൺ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം.
It is given in excess of regular salary to the manager. സ്ഥിരമായിട്ട് നൽകുന്ന ശമ്പളത്തിന് അധികമായിട്ട് നൽകുന്നൊരു തുകയാണ് വർഷാവസാനം നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ. ഹൗ മാനേജേഴ്സ് കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ്? മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഈസ് അപ്ലൈഡ് ഓൺ ദ പ്രോഫിറ്റ് either before charging such commission or after charging such commission. രണ്ട് രീതിയിൽ മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ കമ്മീഷൻ കുറവ് വരുത്തുന്നതിന് മുമ്പുള്ള ലാഭത്തിൻ്റെ അല്ലെങ്കിൽ കമ്മീഷൻ കുറവ് വരുത്തിയതിന് ശേഷമുള്ള ലാഭത്തിൻ്റെ നിശ്ചിത ശതമാനമാണ് മാനേജർമാർ കമ്മീഷൻ നൽകാറുള്ളത്. ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കാം. Suppose the net profit of a business is rupees 22,000 before charging commission. Manager is entitled to 10% commission before charging such commission. ഒന്നാമത്തെ ഉദാഹരണത്തിൽ കമ്മീഷൻ കണക്കിലെടുക്കുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 22,000 രൂപയാണ്. മാനേജർ കമ്മീഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ 22,000-ൻ്റെ 10%, അതായത് ബിഫോർ ചാർജിങ് കമ്മീഷനാണ്. കമ്മീഷൻ കുറയ്ക്കുന്നതിന് മുമ്പുള്ള ലാഭത്തിൻ്റെ 10% മാനേജർ കമ്മീഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ മാനേജർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. 22,000 ഇൻറ്റു 10%. ഡയറക്റ്റായിട്ട് അവിടെ നമുക്ക് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ബിഫോർ ചാർജിങ് കമ്മീഷൻ ആയതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതായത് കമ്മീഷൻ കുറയ്ക്കുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതിന് ഡയറക്റ്റായിട്ട് തന്നിരിക്കുന്ന റേറ്റിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാഭം 22,000 അതിൻ്റെ 10% ആയിട്ടുള്ള 2,200 2,200 രൂപയാണ് മാനേജർക്ക് കമ്മീഷൻ നൽകേണ്ടത്. രണ്ടാമത്തെ കേസിൽ 22,000 നെറ്റ് പ്രോഫിറ്റാണ് ബിഫോർ ചാർജിങ് കമ്മീഷനിൽ. എന്നാൽ മാനേജർക്ക് ഈ കമ്മീഷൻ കുറച്ചതിന് ശേഷമുള്ള ലാഭത്തിൻ്റെ 10% കമ്മീഷൻ കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, കമ്മീഷൻ കുറച്ചതിന് ശേഷമുള്ള ലാഭത്തിൻ്റെ, അതായത് 22,000 നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്, അതിൽ നിന്ന് മാനേജർ കമ്മീഷൻ എത്രയാണോ അത് കുറച്ചതിന് ശേഷമുള്ള ലാഭത്തിൻ്റെ 10% വേണം കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ മാനേജർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. 22,000 ഇൻറ്റു 10/110 അവിടെ പരിഗണിക്കേണ്ടത്. അതായത് റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്, അതാണ് 10/110 എന്ന് പറയുന്നത്. കമ്മീഷൻ കുറയ്ക്കുന്നതിന് മുമ്പുള്ള ലാഭം 22,000. പ്രീവിയസ് കേസിൽ അതിൻ്റെ 10% എടുത്തപ്പോൾ ഡയറക്റ്റായിട്ട് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ കമ്മീഷൻ കുറച്ചതിന് ശേഷമുള്ള ലാഭത്തിൻ്റെ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 10/110 എടുക്കേണ്ടത്. അതായത് റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് വേണം അവിടെ നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ രണ്ടാമത്തെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ എമൗണ്ട് ഓഫ് കമ്മീഷൻ 2,000 രൂപയാണ്. അപ്പോൾ 22,000-ൽ നിന്നും 2,000 കമ്മീഷൻ കുറയ്ക്കുമ്പോൾ 20,000. 20,000-ൻ്റെ 10% 2,000. അപ്പോൾ കമ്മീഷൻ കുറച്ചതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% എന്നുള്ളത് കറക്റ്റ് ആവുന്നുണ്ട്. മാനേജേഴ്സ് കമ്മീഷൻ കണക്കിലെടുക്കാനുള്ള ജേർണൽ എൻട്രിയാണ് മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മീഷൻ അക്കൗണ്ട്. മാനേജർക്ക് കമ്മീഷൻ നൽകുന്ന ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തതിനാൽ മാനേജേഴ്സ് കമ്മീഷനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ മാനേജേഴ്സ് കമ്മീഷൻ വർഷാവസാനമാണ്, നൽകിയിട്ടുണ്ടാവില്ല. ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, പിന്നീട് അത് നൽകിയുള്ളൂ. അതുകൊണ്ട് ലയബിലിറ്റി എന്ന നിലയിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. So the adjusting journal entry for taking into account managers commission is managers commission account debted to outstanding commission account. How it is adjusted in the final account? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നോക്കുക. It is debited to the profit and loss account. It is also shown as a liability in the balance sheet. Managers commission
ഒരു എക്സ്പെൻസ് എന്ന നിലയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഇതൊരു ലയബിലിറ്റി ആയിട്ട് നിലനിൽക്കുന്നു. അതിനാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മീഷനെ കാണിക്കേണ്ടതുണ്ട്. താങ്ക് യു ഓൾ.